സോ മെട്രിക് മൾട്ടിപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷനാണ്. എന്താണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങളന്ന് ഓൾറെഡി നിങ്ങളെ പഴയ ക്ലാസ്സുകളിൽ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് ബൈനറി ഓപ്പറേഷൻ. നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം, ബുക്കുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? നമുക്കൊരു എക്സാമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കൂ, രണ്ട് മെട്രിക്സുകൾ ഉണ്ട്. ഫസ്റ്റ് മെട്രിക്സ് ഏതാണ്? A0 A1. സെക്കൻഡ് മെട്രിക്സ് എന്താണ്? B0 B1. എന്താണ് ഈ രണ്ട് മെട്രിക്സിന്റെയും പ്രത്യേകത? ആദ്യത്തെ മെട്രിക്സ് ഒരു റോ മെട്രിക്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ മെട്രിക്സിൽ ഒരു റോ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ മെട്രിക്സോ അതൊരു കോളം മെട്രിക്സ് ആണ്. ഏതൊക്കെയാണ് ഈ മെട്രിക്സിലെ എലമെന്റ്സ്? ആദ്യത്തെ മെട്രിക്സിലെ എലമെന്റ്സ് ആണ് A0 A1. രണ്ടാമത്തെ മെട്രിക്സിലെ എലമെന്റ്സ് ആണ് B0 B1, അല്ലേ? എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? ഈ ഒരു റോനെയും ഈ ഒരു കോളത്തിനെയും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റും ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് A0 ഇൻറ്റു B0 പ്ലസ് ഇവിടുത്തെ സെക്കൻഡ് എലമെന്റും ഇവിടുത്തെ സെക്കൻഡ് എലമെന്റും മൾട്ടിപ്ലൈ ചെയ്യാം, A1 ഇൻറ്റു B1. ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ രീതി. ദാറ്റ് ഈസ് A0 B0 പ്ലസ് A1 B1. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു പ്രത്യേകത എന്താവണം? ഒരു റോ മെട്രിക്സും ഒരു കോളം മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിലുള്ള എലമെന്റ്സിന്റെ എണ്ണം സെയിം ആയിരിക്കണം. ഇവിടുത്തെ ഈ റോ മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സ് തന്നെ ഇവിടുത്തെ കോളം മെട്രിക്സിലും ഉണ്ടായിരിക്കണം. എന്നിട്ട് അത് തമ്മിൽ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? A0 ഇൻറ്റു B0 പ്ലസ് A1 ഇൻറ്റു B1. ഒരു എക്സാമ്പിൾ നോക്കൂ. ഫസ്റ്റ് മെട്രിക്സ് ഏതാണ്? 4 5 എന്നുള്ള ഒരു റോ മെട്രിക്സ് ആണ്. രണ്ടാമത്തെ മെട്രിക്സ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് 1 0 എന്ന് പറഞ്ഞ ഒരു കോളം മെട്രിക്സ് ആണ്. എങ്ങനെയാണ് ഇത് മെട്രിക്സ് ചെയ്യുക? 4 ഇൻറ്റു 1 ദാറ്റ് ഈസ് 4 പ്ലസ് 5 ഇൻറ്റു 0 0. 4 പ്ലസ് 0 എത്രയാണ് വരിക? 4 ആണ് വരിക. അപ്പൊ ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക? ഒരു 4 എന്നുള്ള സിംഗിൾ സ്കാലാർ ക്വാണ്ടിറ്റി ഉള്ള ഒരു സിംഗിൾ എലമെന്റ് മാത്രമുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് ലഭിക്കുക. അപ്പൊ എന്തായിരിക്കും രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ? ഇവിടെ നിങ്ങൾ നോക്കൂ, എന്താണ് ഈ ആദ്യത്തെ മെട്രിക്സിന്റെ ഡയമെൻഷൻ? ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റോ ബൈ കോളം എന്ന് പറയുന്ന ഇതിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു റോയും രണ്ട് കോളവും ഉണ്ട്. A0 A1 എന്ന് പറഞ്ഞ ഒരു റോ ഉണ്ട്. ഫസ്റ്റ് കോളത്തിൽ A0 എന്ന് പറഞ്ഞ ഒരു എലമെന്റേ ഉള്ളൂ. രണ്ടാമത്തെ കോളത്തിൽ A1 എന്ന് പറഞ്ഞ എലമെന്റ്. സോ 1/2 ആണ് ഈ മെട്രിക്സിന്റെ ഡയമെൻഷൻ. സെക്കൻഡ് മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്താണ്? ഇവിടെ രണ്ട് കോളം ഉണ്ട്, അല്ലെ? ഫസ്റ്റ് കോളം, രണ്ട് റോ ഉണ്ട്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. എത്ര കോളം ഉണ്ട്? ഒരു സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ. സോ 2/1 ആണ് ഇതിന്റെ ഡയമെൻഷൻ. ഫസ്റ്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ 1/2, സെക്കൻഡ് മെട്രിക്സിന്റെ ഡയമെൻഷൻ 2/1. അപ്പൊ ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താവണം? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും തമ്മിൽ ഈക്വൽ ആവണം. ദാറ്റ് ഈസ് ഇവിടുത്തെ ഈ 2ഉം ഇവിടുത്തെ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസും ഇവിടുത്തെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, 1/2 2/1. ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് 2 ആണ്, ഇവിടുത്തെ നമ്പർ ഓഫ് റോസും 2 ആണ്. അതുകൊണ്ട് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ട് മെട്രിക്സുകളിലെ ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആയാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ്, ആ രണ്ട് മെട്രിക്സുകളും കൺഫേമബിൾ ആണ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്താണ്? രണ്ട് മെട്രിക്സുകൾ കൺഫേമബിൾ ആണെങ്കിൽ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു എക്സാമ്പിളും കൂടെ നോക്കൂ. ഇവിടെ രണ്ട് മെട്രിക്സുകൾ AB. എന്റെ പ്രത്യേകത എന്താണ്? A ഒരു റോ മെട്രിക്സ് ആണ്, B ഒരു കോളം മെട്രിക്സ് ആണ്. എത്ര റോയേ ഉള്ളൂ, അല്ലെ? റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരൊറ്റ റോ മാത്രമുള്ള മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരൊറ്റ കോളം മാത്രമുള്ള മെട്രിക്സ്. അപ്പൊ എങ്ങനെയാണ് എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം? A1 ഇൻറ്റു B1 പ്ലസ് A2 ഇൻറ്റു B2 പ്ലസ് എക്സെട്ര പ്ലസ്
an ഇൻറ്റു bn. അതാണ് എന്ത് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ്. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കൂ, രണ്ട് മെട്രിക്സുകൾ കൺസിഡർ ചെയ്യാം. എത്ര എലമെന്റ്സ് ഉണ്ട് രണ്ട് മെട്രിക്സിലും? 3 എലമെന്റുകൾ വീതമുണ്ട്. ഫസ്റ്റ് മെട്രിക്സ് ഏതാണ്? 2 3 4. ഇതിന്റെ ഡയമെൻഷൻ എന്താ വരിക? ഒരു റോ ഉണ്ട്, 3 കോളം ഉണ്ട്, സോ 1/3 ആണ്. ഈ സെക്കൻഡ് മെട്രിക്സിന്റെ ഡയമെൻഷൻ എത്ര വരിക? 3 റോ ഉണ്ട്, ഒരു സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ, സോ 3/1 ആണ്. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോ കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. ഇവിടെ 3 കോളം ഉണ്ട്, ഇവിടെ 3 റോ ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 into 6 പ്ലസ് 3 into 4 പ്ലസ് 4 into 3. അപ്പോൾ 2 into 6 12 കിട്ടും, 3 into 4 again 12 കിട്ടും, 4 into 3 that is again 12. ടോട്ടൽ എന്ത് വരും? 36 എന്ന് വരും. അതാണ് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. എന്താണ് ഈ രണ്ട് മെട്രിക്സിന്റെ പ്രത്യേകത? ആദ്യത്തേത് ഒരു റോ മെട്രിക്സ് ആണ്, രണ്ടാമത്തേത് ഒരു കോളം മെട്രിക്സ് ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടെ കൺസിഡർ ചെയ്ത് നോക്കൂ. ഇവിടെ എന്താണ്? ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട് അല്ലെ മെട്രിക്സിൽ. ഫസ്റ്റത്തെ റോ മെട്രിക്സിൽ 4 എലമെന്റ് ഉണ്ട്, കോളം മെട്രിക്സിലും 4 എലമെന്റ് ഉണ്ട്. എങ്ങനെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം. ഇവിടെ 1 2 3 4 4 കോളം ഉണ്ട്. ഇവിടെ എത്ര റോ ഉണ്ട്? 1 2 3 4 4 റോ ഉണ്ട്. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ്, സോ 2 into 2 പ്ലസ് ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് -3 into 4 പ്ലസ് ഇവിടുത്തെ തേർഡ് എലമെന്റ് ഇൻറ്റു ഇവിടുത്തെ തേർഡ് എലമെന്റ് ദാറ്റ് ഈസ് 0 into 5 പ്ലസ് ഇവിടുത്തെ ലാസ്റ്റ് എലമെന്റ് ഇൻറ്റു ഇവിടുത്തെ ലാസ്റ്റ് എലമെന്റ് ദാറ്റ് ഈസ് 4 into -3. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -20 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്താണ് അവരുടെ ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട്? ഇത് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സ് 1 1 3 ആണ്. ഇവിടുത്തെ രണ്ടാമത്തെ മെട്രിക്സ് 1 0 -1 ആണ്. എല്ലാ ഫസ്റ്റ് മെട്രിക്സുകളും റോ മെട്രിക്സുകളാണ്, എല്ലാ സെക്കൻഡ് മെട്രിക്സും കോളം മെട്രിക്സുകളാണ്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തു വരിക, ഇത് രണ്ടും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇനി ജനറൽ കേസിൽ ഒരു രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? രണ്ട് മെട്രിക്സുകൾ കൺസിഡർ ചെയ്യുക. എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്താണ്? m/n ആണ്. എന്താണ് മീനിങ് m/n മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫസ്റ്റത്തെ എ എന്ന് പറയുന്ന മെട്രിക്സിൽ m റോസ് ഉണ്ട്, അതുപോലെ n കോളംസും ഉണ്ട്. രണ്ടാമത്തെ മെട്രിക്സിലോ അതിന്റെ ഡയമെൻഷൻ n/k ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ മെട്രിക്സിന് n നമ്പർ ഓഫ് റോസ് ഉണ്ട്, k നമ്പർ ഓഫ് കോളംസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ m/n ആണ്, സെക്കൻഡ് മെട്രിക്സിന്റെ ഡയമെൻഷൻ n/k ആണ്. ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആവണം. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് ഈക്വൽ ആവണം. ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് ആ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന്റെ റിസൾട്ട് വരുന്ന മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും ആയിരിക്കും. ദാറ്റ് ഈസ് m/k ആയിരിക്കും അതിന്റെ ഡയമെൻഷൻ വരിക. അപ്പോൾ എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഈ രണ്ട് ക്വാണ്ടിറ്റീസ് ഈക്വൽ ആണെങ്കിൽ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്ന റിസൾട്ട് വരുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോക്ക് സെയിം ആയിരിക്കും. റിസൾട്ടന്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളത്തിന് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് m/k ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളിന്ന് ഈ ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരും. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുക, 3/3 ആണ്. രണ്ടാമത്തെ മെട്രിക്സ് കൺസിഡർ ചെയ്യുക, അതിന്റെ ഡയമെൻഷൻ 3/1 ആണ്. ഇങ്ങനെയുള്ള രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സാധിക്കുമെങ്കിൽ എന്താവണം? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആണോ? ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആണ്.
അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് എക്സാമ്പിളിലോ ഇവിടെയും ഇത് രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. തേർഡിലോ ഇത് രണ്ടും ഈക്വൽ ആണോ? ഈക്വൽ അല്ല അല്ലെ. ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? 3 ആണ്. ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് എത്രയാണ്? 2 ആണ്. അത് രണ്ടും സെയിം അല്ല. അതുകൊണ്ട് എന്താണ് ഇത് ഡയമെൻഷൻ വരുന്ന 2/3 ഡയമെൻഷൻ വരുന്ന ഒരു മെട്രിക്സിനെ 2/1 ഡയമെൻഷൻ വരുന്ന ഒരു മെട്രിക്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അടുത്ത എക്സാമ്പിൾ നോക്കൂ, രണ്ടും 3 ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത എക്സാമ്പിളോ രണ്ടും 5 ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഒരു സെറ്റ് ഓഫ് മെട്രിക്സസിൽ ഈ ഒരു തേർഡ് സെറ്റ്, ദാറ്റ് ഈസ് ഫസ്റ്റ് മെട്രിക്സ് 2/3 ഡയമെൻഷനും സെക്കൻഡ് മെട്രിക്സ് 2/1 ഡയമെൻഷനും ആയിട്ടുള്ള ഈ രണ്ട് മെട്രിക്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഇതിലെ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ അല്ല, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു എക്സാമ്പിളും കൂടെ നോക്കി നോക്കൂ. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ഫസ്റ്റ് മെട്രിക്സ് 4/3, സെക്കൻഡ് മെട്രിക്സ് 3/2. ഇവിടെ 3യും 3യും ഈക്വൽ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് എക്സാമ്പിളോ 2/3 2/3 അല്ലെ. ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് 3, ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് 2, രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അടുത്ത എക്സാമ്പിളിലോ രണ്ടും 5 ആണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്ത എക്സാമ്പിളിലോ രണ്ടും 2 ആണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്ത എക്സാമ്പിളിൽ രണ്ടും 3 ആണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ രണ്ടും 1 ആണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഈ ഒരു കേസ് ഒഴിച്ച് ബാക്കി എല്ലാ മെട്രിക്സുകളും നമുക്ക് ഇവിടെ തന്ന എക്സാമ്പിളിൽ ഡയമെൻഷൻസ് വരുന്ന മെട്രിക്സുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റാഞ്ഞത്? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് 3 ആണ്, സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് 2 ആണ്. ദാറ്റ് ഈസ് 3 നോട്ട് ഈക്വൽ ടു 2. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ജനറൽ കേസിൽ രണ്ട് മെട്രിക്സ് കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും. എയിലെ എലമെന്റ്സിനെ നമുക്ക് A11 A12 എക്സെട്ര A1n, A21 A22 എക്സെട്ര A2n എക്സെട്ര AJ1 AJ2 എക്സെട്ര AJN എക്സെട്ര AM1 AM2 എക്സെട്ര AMN എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലെ. ഫസ്റ്റ് റോ എന്താണ്? A11 A12 എക്സെട്ര A1n. ഇതിലെന്താണ്? എത്ര കോളംസ് ഉണ്ട്? 1 2 എക്സെട്ര n കോളംസ് ഉണ്ട്. എത്ര റോസ് ഉണ്ട്? 1 2 എക്സെട്ര m റോസ് ഉണ്ട്. അപ്പൊ ഈ ഒരു റോ എന്താണ്? ഒരു jth റോ അല്ലെ. ഏതോ ഒരു jth റോ ആയിട്ട് നമ്മൾ AJ1 AJ2 എക്സെട്ര AJN കൺസിഡർ ചെയ്തു. അതുപോലെ ബി എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് ഉണ്ട്. ഈ മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്താണ്? ഇവിടെ എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട്? 1 2 3 എക്സെട്ര p നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. എത്ര റോ ഉണ്ട്? 1 2 3 എക്സെട്ര n നമ്പർ ഓഫ് റോസ് ഉണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്താണ്? m/n ആണ്. m റോസും n കോളംസും ഉണ്ട്. m/n ആണ് ഫസ്റ്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ. സെക്കൻഡ് മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്താണ്? ഇവിടെ n നമ്പർ ഓഫ് റോസ് ആണുള്ളത്, അതുകൊണ്ട് n/p ആണ് സെക്കൻഡ് മെട്രിക്സിന്റെ ഡയമെൻഷൻ. അതുകൊണ്ട് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും രണ്ടും എത്രയാണ്? n ആണ്. അതുകൊണ്ട് എന്താണ്? ഈ രണ്ട് മെട്രിക്സുകളും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഫസ്റ്റ് മെട്രിക്സിൽ എത്ര റോ ഉണ്ടോ അത്ര റോ തന്നെ റിസൾട്ടന്റ് മെട്രിക്സിലും ഉണ്ടാവും. ഇവിടെ m റോസ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെയും m റോസ് ഉണ്ട്. സെക്കൻഡ് മെട്രിക്സിൽ എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ടോ അത്ര തന്നെ നമ്പർ ഓഫ് കോളംസ് റിസൾട്ടന്റ് മെട്രിക്സിലും ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ p നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. C എന്ന് പറയുന്ന റിസൾട്ടന്റ് മെട്രിക്സിലും p നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. ഇനി ഇവിടുത്തെ ഒരു jth റോ നമ്മൾ മാർക്ക് ചെയ്തു, AJ1 AJ2 എക്സെട്ര AJN. അതുപോലെ ഇവിടുത്തെ ഒരു kth കോളവും മാർക്ക് ചെയ്യാം. എന്താണ്? B1k B2k എക്സെട്ര BNK. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ രണ്ട് റോസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന എലമെന്റിനെ നമ്മൾ ഇവിടെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? CJK എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലെ. ഇതെങ്ങനെയാ ഈ C11 C12 C1k എക്സെട്ര നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ഈ C11 എന്ന് പറയുന്ന എലമെന്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടുത്തെ ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് ദിസ് റോ ഇൻറ്റു ദിസ് കോളം. അതാണ് C11 എന്ന് പറയുന്ന എലമെന്റ്. അതെങ്ങനെയാണ് കിട്ടുക? A11 ഇൻറ്റു B11 A പ്ലസ് A12 ഇൻറ്റു B21 പ്ലസ് എക്സെട്ര പ്ലസ് A1n ഇൻറ്റു BN1. അതാണ് C11 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. C12 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എങ്ങനെ കിട്ടും? ഇവിടുത്തെ ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് കോളം.
ഇവിടുത്തെ ഈ ഫസ്റ്റ് എലമെന്റ് അല്ലെ C11 എന്ന് പറയുന്നതിൽ രണ്ട് ഇൻഡെക്സുകൾ ഉണ്ട് അല്ലെ 1 അതിൽ ആദ്യത്തെ 1 എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സിലെ ഏത് റോ ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതിന്. രണ്ടാമത്തെ ഇൻഡെക്സ് എന്താണ്? ബി എന്ന് പറയുന്ന മെട്രിക്സിലെ ഏത് കോളം ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ ഒരു എലമെന്റ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു എലമെന്റ് നോക്കൂ, C12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം എക്സെട്ര. ലാസ്റ്റ് എലമെന്റ് എന്താണ്? C1p അല്ലെ, ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ പീത്ത് കോളം C1p. അടുത്ത എലമെന്റ് C21 എങ്ങനെയാണ് കിട്ടുന്നത്? ഫസ്റ്റ് എലമെന്റ് ഇൻഡെക്സ് എന്താണ്? 2 ആണ്, 21 ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോ ആണ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ റോ ഏത് കോളം കൺസിഡർ ചെയ്യണം? ഫസ്റ്റ് കോളം കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് C21 ഈക്വൽ ടു A21 ഇൻറ്റു B11 പ്ലസ് A22 ഇൻറ്റു B21 പ്ലസ് എക്സെട്ര A2n ഇൻറ്റു BN1. അതാണ് എന്ത്? C21 എന്ന് പറയുന്ന എലമെന്റ്. എക്സാമ്പിൾ നോക്കാം. ഇവിടെ രണ്ട് മെട്രിക്സ് ഏതൊക്കെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റത്തെ ഒരു 2x2 മെട്രിക്സ് ആണ്, രണ്ട് റോസ് ഉണ്ട്, രണ്ട് കോളം ഉണ്ട്. രണ്ടാമത്തെ മെട്രിക്സ് എന്താണ്? ഒരു 2x1 മെട്രിക്സ് ആണ്, ഇവിടെയും രണ്ട് റോസ് ഉണ്ട്, ഒരൊറ്റ സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പറ്റുമോ? എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ് എത്രയുണ്ടെന്ന് നോക്കുക. എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട്? രണ്ട് നമ്പർ ഓഫ് കോളംസ് ഉണ്ട് അല്ലെ, 2 അല്ലേ നമ്പർ ഓഫ് കോളംസിന്റെ എണ്ണം? 2 ആണ്. ഇവിടുത്തെ രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് എത്രയാണ്? അതും 2 ആണ്. ഈ രണ്ട് നമ്പേഴ്സും ഈക്വൽ ആയതുകൊണ്ട് ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസും ഇവിടുത്തെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്താണ് റിസൾട്ട് വരിക? 1 into 4 that is 4, right? Plus minus 2 into 5 എന്ത് വരും? minus 10 അല്ലെ, 2 into 5 10 വരും, plus into minus that is minus sign. അപ്പൊ എന്ത് വരും? 4 minus 10 എന്നുള്ള എലമെന്റ് ആണ് ഫസ്റ്റ് എലമെന്റ് വരിക. രണ്ടാമത്തെ എലമെന്റ് എന്താ വരിക? 0 into 4 that is 0 plus 3 into 5 that is 15, that is 4 minus 10 equal to minus 6, 0 plus 15 equal to 15. ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന റിസൾട്ട് ആണ് ഈ -6 15 എന്ന് പറയുന്ന സിംഗിൾ കോളം മെട്രിക്സ് വരിക. എങ്ങനെയാണ് ഇതിന്റെ ഡയമെൻഷൻ 2x1 ആയത് അല്ലെ? ഇവിടുത്തെ ഈ 2ഉം 2ഉം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരിക? 2x1 വരും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ബൈ സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ്, അതാണ് റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ വരിക. ഒരു എക്സാമ്പിളും കൂടെ കൺസിഡർ ചെയ്ത് നോക്കൂ. AB. എന്താണ് A എന്ന് പറയുന്ന മെട്രിക്സ്? അതൊരു 2x2 മെട്രിക്സ് ആണ്. അതിലെ എലമെന്റ്സ് എന്തൊക്കെയാണ്? 1 0 2 1 ആണ്. B എന്ന് പറയുന്ന മെട്രിക്സും ഒരു 2x2 മെട്രിക്സ് ആണ്. അതിലെ എലമെന്റ് എന്താണ്? 3 0 0 1 ആണ്. A എന്ന് പറയുന്ന മെട്രിക്സ് 2x2 ആണ്. B എന്ന് പറയുന്ന മെട്രിക്സും 2x2 ആണ്. എയുടെ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്, രണ്ടും 2 ആണ്. അതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകളും കൺഫേമബിൾ ആണ്. ഈ രണ്ട് മെട്രിക്സും കൺഫേമബിൾ ആയതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് തന്നെയായിരിക്കും. എത്ര റോ ഉണ്ട്? 2 റോ ഉണ്ട്. ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് എന്തായിരിക്കും? ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും, അതും 2 എണ്ണം ഉണ്ട്. അപ്പൊ ഈ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ 2x2 ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക? ഇവിടുത്തെ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുക 1 0, ഇവിടുത്തെ ഫസ്റ്റ് കോളം കൺസിഡർ ചെയ്യുക 3 0. ഇത് രണ്ടും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 into 3 plus 0 into 0, 1 into 3 plus 0 into 0 എന്ത് വരും? 1 into 3 3 plus 0 into 0 that is 0, 3 എന്ന് വരും. ഇവിടുത്തെ അടുത്ത എന്ത് ചെയ്യണം? സെക്കൻഡ് എലമെന്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് കോളം അല്ലേ? എങ്ങനെ കിട്ടും? 1 into 0 plus 1 into 0 plus 0 into 1 എന്താണ് വരിക? 0 വരും. തേർഡ് എലമെന്റ് എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ് ഇവിടെ 6 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന എലമെന്റ് ഇവിടുത്തെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ദാറ്റ് ഈസ് 2 into 3 plus 1 into 0 that is 6. അടുത്ത എലമെന്റ് എങ്ങനെ കിട്ടും? 2 into 1
into 0 into 1. ഇവിടുത്തെ second row into second column. That is 2 into 0 plus 1 into 1. That is 1. Right? 2 into 0, 0 plus 1 into 1. അപ്പോൾ അതുകൊണ്ട് ഇതാണ് റിസൾട്ടന്റ് മെട്രിക്സ് വരിക. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ. എ എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്. ബി എന്ന് പറഞ്ഞാൽ 5 6 7 8 ആണ്. എ ബി എന്ന് പറയുന്ന മെട്രിക്സ് കാണാം. രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? എ 2/2 ആണ്, ബി 2/2 ആണ്. അതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് എലമെന്റ് എന്ത് വരും? ഇവിടുത്തെ ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് കോളം. ദാറ്റ് ഈസ് 1 2 into 5 7. That is 19. എങ്ങനെ കിട്ടും? 1 into 5 plus 2 into 7. That is 5 plus 14. That is 19. Second element എങ്ങനെ കിട്ടും? Row 1 2 into rows column 6 8. That is 22. Third element എങ്ങനെ കിട്ടും? 3 4 into row 3 4 into column 5 7. That is 43. അതുപോലെ അടുത്ത എലമെന്റ് എങ്ങനെ കിട്ടും? ലാസ്റ്റ് എലമെന്റ് row 3 4 into column 6 8. That is 50. That is matrix AB. അതുപോലെ ബി എ എങ്ങനെ കാണാൻ പറ്റും? മാട്രിക്സ് ബി ആദ്യം എഴുതുക 5 6 7 8 into matrix A. That is 1 2 3 4. ഈ മാട്രിക്സിന്റെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 5 6 into 1 3 അല്ലേ? 5 into 1 plus 6 into 3. That is 5 plus 18 23 എന്ന് വരും. ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണോ? അല്ല. കാരണം എന്താണ്? ഫസ്റ്റ് മാട്രിക്സ് എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ആദ്യത്തെ എലമെന്റ് 19 ആണ്. ബി എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ആദ്യത്തെ എലമെന്റ് 23 ആണ്. അതുകൊണ്ട് എന്തല്ല? എ ബി ഈക്വൽ ടു ബി എ അല്ല. അത് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എന്താണ്? എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ്. അതുകൊണ്ട് മെട്രിക്സിന്റെ കേസിൽ എന്താണ്? ജനറൽ ആയിട്ട് എ ബി ഈക്വൽ ടു ബി എ ആവണം എന്നില്ല. അത് രണ്ടും തമ്മിൽ ഡിഫറെന്റ് ആവും. ഒന്നും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കൂ. നിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ രണ്ട് മെട്രിക്സ് കൺസിഡർ ചെയ്യുക? എ ബി രണ്ടും എന്താണ്? 3/3 മെട്രിക്സ് ആണ്. ഫസ്റ്റ് മെട്രിക്സിന്റെ റോസ് ഏതൊക്കെയാണ്? റോ 1 എന്ത് വരും? 1 -1 2. റോ 2 എന്ത് വരും? 4 0 -3. റോ 3 ഏതാണ്? -1 2 1. അതുപോലെ സെക്കൻഡ് മെട്രിക്സ് അതിന്റെ ഫസ്റ്റ് കോളം എന്താണ്? 0 1 -3. സെക്കൻഡ് കോളം എന്താണ്? -2 1 3. തേർഡ് കോളം എന്താണ്? 1 2 0. രണ്ടും 3/3 മെട്രിക്സ് ആയതുകൊണ്ട് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോ ആണ്. അതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകൾ കൺഫേമബിൾ ആണ്. അതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് മെട്രിക്സ് എന്തായിരിക്കും? അതിന്റെ ഡയമെൻഷൻ എത്രയാണ്? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് തന്നെയാണ് റിസൾട്ടിന്റെ നമ്പർ ഓഫ് റോസ്. ഫസ്റ്റ് മെട്രിക്സിന് 3 റോ ഉണ്ട്. അതുകൊണ്ട് റിസൾട്ട് ആയി വരുന്ന മെട്രിക്സിനും 3 റോ ഉണ്ടായിരിക്കും. എന്താണ് റിസൾട്ടിംഗ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് വരിക? സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് എത്രയാണോ അത്ര തന്നെയാണ് റിസൾട്ടിംഗ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് വരിക. സെക്കൻഡ് മെട്രിക്സിന് എത്ര ഉണ്ട്? 3 നമ്പർ ഓഫ് കോളംസ് ഉണ്ട് അല്ലെ? നമ്പർ ഓഫ് കോളംസിന്റെ എണ്ണം എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് റിസൾട്ടന്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും എന്ത് തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലൊരു 3/3 മെട്രിക്സിൽ 9 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇനി ഈ 9 എലമെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. അതാണ് എന്ത്? ഫസ്റ്റ് എലമെന്റ് വരിക. ദാറ്റ് ഈസ് 1 into 0 plus -1 into 1 plus 2 into -3. അത് എത്രയാണോ ആ എലമെന്റ് ആണ് ഇവിടെ വരിക. രണ്ടാമത്തെ എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിന്റെ രണ്ടാമത്തെ കോളം എത്ര വരും? 1 -1 2 into -2 1 2. That is 1 into -2 plus -1 into 1 plus 2 into 2. അതാണ് ഇവിടെ വരുന്ന എലമെന്റ് വരിക. തേർഡ് എലമെന്റിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടുത്തെ ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ തേർഡ് കോളം. That is 1 into 1 plus -1 into 2 plus 2 into 0. ആ എലമെന്റ് ആണ് ഇവിടെ വരിക. അടുത്ത എലമെന്റ് ഇവിടുത്തെ എലമെന്റ് എത്ര വരും? 4 into 0 റൈറ്റ് പ്ലസ് 0 into -1 പ്ലസ് -3 into -3. ആ എലമെന്റ് ആണ് ഇവിടെ വരിക. അതുപോലെ ഇവിടുത്തെ എലമെന്റ് എന്ത് വരും? ദിസ് റോ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അതാണ് ഇവിടുത്തെ എലമെന്റ് വരിക. ഈ എലമെന്റ് എന്താ വരിക? ഇവിടെ വരുന്ന എലമെന്റ് സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം. അതാണ് ഇവിടെ വരുന്ന എലമെന്റ് വരിക. അതുപോലെ ഇവിടെ വരുന്ന എലമെന്റോ തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഇവിടെ വരും. തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ഇവിടെ വരും.
തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം ഇവിടെ വരും. അതാണ് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ഫിൽ ചെയ്ത് വെക്കുക. അതുപോലെ അനദർ എക്സാമ്പിൾ, ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സ് എന്താണ്? ഡയമെൻഷൻ എത്രയാണ്? ഇവിടെ 2 റോ ഉണ്ട് അല്ലെ, 2 റോസ് ആണുള്ളത്. എത്ര കോളംസ് ഉണ്ട്? 1 2 3 കോളംസും 2 റോസ് ആൻഡ് 3 കോളംസ്. അതാണ് എ എന്ന് പറയുന്ന ഫസ്റ്റ് മെട്രിക്സിലുള്ളത്. ബി എന്ന് പറയുന്ന മെട്രിക്സിലോ ഇവിടെ 1 2 3 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 2 കോളംസും ഉണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ ഉത്തരം? സാധിക്കും എന്ന് തന്നെയാണ്. കാരണം എന്താണ്? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ് അല്ലെ. ഇവിടെ എത്ര കോളം ഉണ്ട്? 1 2 3 കോളംസ് ഉണ്ട്. ഇവിടെ എത്ര റോ ഉണ്ട്? 1 2 3 റോസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്? ഇതിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകൾ കൺഫേമബിൾ ആണ്. അതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എന്താവും? ഇവിടുത്തെ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലെ. 1 2 3 ഇൻറ്റു 7 8 9. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? 1 ഇൻറ്റു 7 പ്ലസ് 2 ഇൻറ്റു 8 പ്ലസ് 3 ഇൻറ്റു 9. അതാണ് ഫസ്റ്റ് എലമെന്റ് വരിക. എത്ര വരും? 7 പ്ലസ് 16 പ്ലസ് 27 എത്ര വരും? 50 വരും. ഇനി അടുത്ത എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? സെക്കൻഡ് എലമെന്റ് ഇവിടുത്തെ ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് കോളം എന്ത് വരും? 1 2 3 ഇൻറ്റു 10 11 12 അല്ലെ. 1 ഇൻറ്റു 10 പ്ലസ് 2 ഇൻറ്റു 11 പ്ലസ് 3 ഇൻറ്റു 12 എത്ര വരും? 68 വരും. അടുത്ത എലമെന്റ് ഫോർത്ത് എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുത്തെ സെക്കൻഡ് റോ ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് 4 ഇൻറ്റു 7 പ്ലസ് 5 ഇൻറ്റു 6 8 പ്ലസ് 5 ഇൻറ്റു 8 പ്ലസ് 6 ഇൻറ്റു 9 അതാണ് 122 വരുന്നത്. അതുപോലെ സിമിലർലി ദ ലാസ്റ്റ് എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുത്തെ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് 4 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 11 പ്ലസ് 6 ഇൻറ്റു 12 167. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് മെട്രിക്സ് എന്താണ്? ABC XYZ ആണ്. എന്താണ് ഈ മെട്രിക്സിന്റെ ഡയമെൻഷൻ? 2/3 ആണ് അല്ലെ. 2 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. എലമെന്റ്സ് എന്തൊക്കെയാണ്? നമ്പേഴ്സിന് പകരം വേരിയബിൾസ് ആണ്. ABC എന്ന് പറയുന്ന കോൺസ്റ്റന്റുകളും XYZ എന്ന് പറയുന്ന വേരിയബിളും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇവിടെ നമ്പേഴ്സിന് പകരം ഇതിനെ ഡിനോട്ട് ചെയ്തത് ABC XYZ എന്നാണ്. സെക്കൻഡ് മെട്രിക്സോ ഇതിൽ 3 റോസ് ഉണ്ട്, അതുപോലെ ഒരു സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ. ഇതൊരു കോളം മെട്രിക്സ് ആണ് അല്ലെ. ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റത്തത് 2/3 ഡയമെൻഷൻ ആണ്, രണ്ടാമത്തത് 3/1 ഡയമെൻഷൻ ആണ്. ഫസ്റ്റത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകൾ കൺഫേമബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് റിസൾട്ടന്റ് മെട്രിക്സ് വരിക അല്ലെ? ഇവിടെ 3/2 ഇവിടെ 3/1 ആണ്. അപ്പൊ ഇവിടെ എത്ര റോസ് ഉണ്ടോ അത്ര തന്നെ റോസ് റിസൾട്ടന്റ് മെട്രിക്സിൽ ഉണ്ടാവും. ഇവിടെ 2 റോ ഉണ്ട് ഫസ്റ്റ് എലമെന്റ്സ്, അതുകൊണ്ട് ഇവിടെയും 2 റോ ഉണ്ടാവും. സെക്കൻഡ് മെട്രിക്സിൽ എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട്? 1 ഉള്ളൂ. അതുകൊണ്ട് റിസൾട്ടന്റ് മെട്രിക്സിനും സിംഗിൾ ആയിട്ടുള്ള ഒരൊറ്റ കോളം ഉണ്ടാവുള്ളൂ. ഇനി എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാം? A into 2 that is 2A plus B into 4 that is 4B plus C into 6 that is 6C. അതാണ് ഫസ്റ്റ് എലമെന്റ് വരിക. സെക്കൻഡ് എലമെന്റ് എന്ത് വരും? X into 2 that is 2X plus Y into 4 that is 4Y plus Z into 6 that is 6Z. ഇതാണ് സെക്കൻഡ് എലമെന്റ് വരിക. അപ്പൊ ഈ ഒരു എക്സാമ്പിളിന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഹോംവർക്ക് ആയിട്ട് ABC എന്ന് പറയുന്നവർക്കും XYZ എന്ന് പറയുന്ന എലമെന്റ്സിനും ഓരോ പർട്ടിക്കുലർ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ടന്റ് മാട്രിക്സ് ഒന്ന് എഴുതി നോക്കും. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ഇവിടെ എന്താണ് ഫസ്റ്റ് മാട്രിക്സ്? എന്താണ് ഇത്? കഴിഞ്ഞ മാട്രിക്സിനെ പോലെ തന്നെ 2/3 ആണ്. 2 റോസും 3 കോളംസും ഉണ്ട്. ബി എന്ന് പറയുന്ന മെട്രിക്സിനോ 2 കോളം ഉണ്ട്. എത്ര റോ ഉണ്ട്? 1 2 3. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സും കൺഫേമബിൾ ആണ്. അപ്പൊ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അത് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അത് സെക്കൻഡ് എലമെന്റ് ആയിട്ട് എഴുതാം.
സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അത് ഇവിടുത്തെ തേർഡ് എലമെന്റ് ആയിട്ട് എഴുതുക. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അത് ഫോർത്ത് എലമെന്റ് ആയിട്ട് 4x4 ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഈ രണ്ട് മെട്രിക്സ് നോക്കൂ അല്ലെ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഫസ്റ്റ് മെട്രിക്സ് ഒരു കോളം മെട്രിക്സ് ആണ്, രണ്ടാമത്തെ മെട്രിക്സ് ഒരു റോ മെട്രിക്സ് ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? എന്താണ് ഫസ്റ്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ വരുന്നത്? 3 റോസ് ഉണ്ട് അല്ലെ, ഒരു സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 3/1 ആണ് ഈ ഒരു മെട്രിക്സിന്റെ ഡയമെൻഷൻ വരുന്നത്. സെക്കൻഡ് മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്താണ് വരുന്നത്? ഇവിടെ ഒരൊറ്റ റോ മാത്രമേ ഉള്ളൂ, 1/3 കോളം ഉണ്ട്, സോ 1/3, 3/1 1/3 ഡയമെൻഷൻ വരുന്നു. ഇത് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സ് എന്താണ്? കൺഫേമബിൾ ആണ്. അതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന റിസൾട്ടന്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് എന്തായിരിക്കും? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് മെട്രിക്സിൽ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട്? 3 നമ്പർ ഓഫ് റോസ് അല്ലെ. നമ്പർ ഓഫ് റോസ് എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് ഇവിടെയും നമ്പർ ഓഫ് റോസിന്റെ എണ്ണം 3 ആയിരിക്കും. സെക്കൻഡ് മെട്രിക്സിന് എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട്? 3 ആണ് അല്ലെ. അതുകൊണ്ട് റിസൾട്ടന്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും 3 ആയിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഡയമെൻഷൻ 3/3 ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഇതിൽ എലമെന്റ് കിട്ടുക? ഇവിടെ നോക്കൂ. ഫസ്റ്റ് എലമെന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് 2 × 6 12 ഫസ്റ്റ് എലമെന്റ് വരും. സെക്കൻഡ് എലമെന്റ് എങ്ങനെയാ വരിക? ഫസ്റ്റ് റോ അല്ല സെക്കൻഡ് എലമെന്റ്, ഇവിടുത്തെ റോ 2 × സെക്കൻഡ് കോളം 4, ദാറ്റ് ഈസ് 8. അടുത്ത എലമെന്റ് എങ്ങനെ വരും? 2 × 3, ദാറ്റ് ഈസ് 6. ഇനി മിഡിൽ റോ എങ്ങനെ ലഭിക്കും? ഈ 18 12 9 എന്നുള്ള റോസ് എങ്ങനെയാ ലഭിക്കുക? ഇവിടുത്തെ ഫസ്റ്റ് സെക്കൻഡ് റോ 3 × 6, ദാറ്റ് ഈസ് 18. സിമിലർലി 3 × 4, ദാറ്റ് ഈസ് 12. 3 × 3, ദാറ്റ് ഈസ് 9. അതുപോലെ ലാസ്റ്റ് റോ എങ്ങനെ ലഭിക്കും? 4 × 6, ദാറ്റ് ഈസ് 24. 4 × 4, ദാറ്റ് ഈസ് 16. 4 × 3, ദാറ്റ് ഈസ് 12. അപ്പൊ ഇത് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇനി എന്തൊക്കെയാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ്? നമ്മൾ കണ്ടു AB ≠ BA ആണ് ഇൻ ജനറൽ. എപ്പോഴും ഇങ്ങനെ ആവണം എന്നില്ല. AB = BA ആവുന്ന മെട്രിക്സുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? AB = BA ആണ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ അടുത്ത റിസൾട്ട് ആണെന്ത്? ABC എന്ന് പറയുന്ന 3 മെട്രിക്സുകൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ആദ്യം AB എന്ന് പറയുന്ന 2 മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ C എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് എന്തിനോട് ഈക്വൽ ആണ്? ബിയും സിയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് A എന്ന് പറയുന്ന മെട്രിക്സിനെ BC എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് AB × C = A × BC ആണ്. അതുപോലെ തന്നെ എന്താണ്? A × B + C. എന്താ മീനിങ്? BC എന്ന് പറയുന്ന 2 മെട്രിക്സുകൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് എന്താണ്? ആ ആഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിനെ A എന്ന് പറയുന്ന മെട്രിക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ A × B + C. അതെന്തിനോട് ഈക്വൽ ആണ്? AB + AC എന്ന് പറയുന്ന AB എന്ന് പറയുന്ന മെട്രിക്സും AC എന്ന് പറയുന്ന 2 മെട്രിക്സുകൾ ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെയാണ് എന്ത്? B + C × A = BA + CA ആണ്. അപ്പോൾ ഈ 4 റിസൾട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്ത സാധനങ്ങൾ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ. എപ്പോഴാണ് 2 മെട്രിക്സുകൾ ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യാം? എപ്പോഴാണ്? A എന്ന് പറയുന്ന മെട്രിക്സും B എന്ന് പറയുന്ന മെട്രിക്സും ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് C എന്ന് പറയുന്ന മെട്രിക്സ് ആണെന്ന് നോക്കുക. Aന്റെ ഡയമെൻഷൻ എന്താണ്? M/K ആണ്. Bയുടെ ഡയമെൻഷൻ എന്താണ്? K/N ആണ്. അങ്ങനെയാണെങ്കിൽ Cയുടെ ഡയമെൻഷൻ എന്താവും? M/N ആയിരിക്കും. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ഇൻറ്റു ബൈ സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ്. അതുപോലെ AB എന്ന് പറയുന്ന 2 മെട്രിക്സുകൾ കൺസിഡർ ചെയ്യാം. A എന്ന് പറയുന്ന ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്യാം. സ്മോൾ a എന്ന് പറയുന്നത് മെട്രിക്സ് അല്ല, ഒരു സ്കാലാർ ആണ്. അതുകൊണ്ട് AB എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കണ്ടിട്ട് അതിനെ ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും എന്തിനോട് ഈക്വൽ ആണ്? A × A എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ആ കിട്ടുന്ന മെട്രിക്സ് കൊണ്ട് B യെ മൾട്ടിപ്ലൈ ചെയ്യാം. അത് എന്തിനോട് ഈക്വൽ ആണ്? A × AB ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു A × AB എന്ന് പറഞ്ഞാൽ ഒരു സ്കാലാറിനെ
എങ്ങനെ ഏത് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ റിസൾട്ടുകൾ എന്ത് ചെയ്യില്ല, മാറില്ല ഒരു മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ ഒരു മെട്രിക്സിന് സീറോ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ 0 ഇൻറ്റു എ ഈക്വൽ ടു എന്താണ്, 0 ആണ്. ഓൾവേസ് 0 മെട്രിക്സ് ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ മുകളിൽ കണ്ട എല്ലാ പ്രോപ്പർട്ടീസും ഇവിടത്തെ 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ ഈ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ഈ ഒരു മെട്രിക്സ് വെച്ചിട്ട് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക അല്ലെ. 3 മെട്രിക്സുകൾ ഉണ്ട് എ ബി സി. എന്ത് വെരിഫൈ ചെയ്യുക, എ ബി കാണുക, ബി എ കാണുക, അത് ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണോ എന്ന് നോക്കുക. ഇൻ ജനറൽ എന്തല്ല, എ ബി ഈക്വൽ ടു ബി എ അല്ല. അതുപോലെ തന്നെ എ ബി സി ഈക്വൽ ടു എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ബി പ്ലസ് സി ഇൻറ്റു എ ഈക്വൽ ടു ബി എ പ്ലസ് സി എ ആണോ എന്നുള്ളതും ഹോംവർക്കായിട്ട് ഒന്ന് ചെക്ക്, ഈ 3 മെട്രിക്സുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത്രയും ആണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.